എല്ലാവർക്കും വീണ്ടും സ്വാഗതം പിള്ളേരോണത്തിലേക്ക്. പിള്ളേരോണത്തിൽ ഒരു പറ്റം പിള്ളേരാണ് എന്ന് പറയപ്പെടുന്ന വയസ്സന്മാരും വയസ്സുകളൊക്കെ നിൽക്കുന്നു. എന്റെ 2 വർഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണത് സ്വയം ഉള്ള ഒരു ഇൻസെക്യൂരിറ്റി കാരണമല്ലേ? അല്ലേ അല്ലേ 25 ബിലോ ആണ്. 1-2 പേര് വെയിറ്റിലാണോ? പ്രായത്തിലോ? ശരി, ഓക്കെ. അപ്പൊ ഈ ആദ്യം ഇപ്രാവശ്യത്തെ ന്യൂസ് 18 റിക്രൂട്ട്മെന്റ് തന്നെ അങ്ങനെയല്ലേ, യങ്സ്റ്റേഴ്സിനെ വേണമെന്നല്ലേ? കണ്ടോ ഞങ്ങളൊക്കെ നിരന്നിരിക്കുന്നു. അല്ലെങ്കിൽ ആണ് അങ്ങനെ ഉണ്ട്. ആണോ? എല്ലാ മാനേജ്മെന്റും ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴായിട്ട്, പല സമയങ്ങളിൽ. നമ്മളെ ഇൻട്രോ കൊടുത്തപ്പോഴും അത് തന്നെയാ പറഞ്ഞത്. എൽദോ വരും, ഇതാണ് നമ്മുടെ പുതിയ ടീം. കണ്ടില്ലേ, നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ന്യൂസ് 18 ഇത്ര ഒരുമിച്ച് ഇത്രയും പേര്, അതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ ഏജ് ഗ്രൂപ്പ് മനസ്സിലായില്ല. എല്ലാ കൂട്ടത്തിലും ഒരു തലമൂത്തയാൾ ഉണ്ടാവുമല്ലോ. തലമൂത്തയാള് പറയും. അപ്പം സാർ നമുക്ക് ഇൻട്രോ തന്നത് തന്നെ അങ്ങനെയാണ്. ഇവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാസ് റിക്രൂട്ട്മെന്റ് കുറച്ചു കാലത്തിന് ശേഷം നടത്തുന്നത്. ഇതാണ് നമ്മുടെ പുതിയ മുഖം എന്നാണ് പറഞ്ഞത്. ഈ ബ്രേക്ക് പോയ സമയത്ത് പറഞ്ഞ എന്താ പറയാ കൃഷ്ണന്തു, ഞാൻ കോളേജിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ എന്റെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ? അതായത് ഈ ആലോചിച്ച് നോക്കണം ഇവരുടെ പ്രായം. അല്ല, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കോളേജിലല്ലേ പഠിപ്പിച്ചത്. ഞാൻ ഇതാണ് ബാങ്ക് ടെസ്റ്റും SSCക്കും ഒക്കെ ക്ലാസ്സസ് എടുക്കും. ബാങ്ക് ടെസ്റ്റ് SSC എഴുതുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ. അതിലും മേലെയാ കോളേജൊക്കെ കഴിഞ്ഞ് ജോലി നോക്കുന്ന ആൾക്കാരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതൊരു രസമല്ലേ, ഒരു ഫണ്ടിന് വേണ്ടി പോയതാ. കുറച്ച് കൂടിപ്പോയി. കൃഷ്ണന്തു ബേസിക്കലി ഒരു ആർക്കിടെക്ട് അല്ലേ? ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഈ വഴിക്ക് വന്ന? ഇത് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയുന്നതിനേക്കാളും മീഡിയ ശരിക്കും എന്നെയാണ് ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇങ്ങോട്ടാണ് ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. എനിക്ക് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അച്ഛനോട് പറയുന്നത് എനിക്ക് ജേർണലിസ്റ്റ് ആകണം എന്നാണ്. അല്ലല്ല, അപ്പൊ അച്ഛൻ എന്നോട് പറയാം, വെറുതെ മൈക്കും തൂക്കി പിടിച്ച് നടക്കാൻ പറ്റൂല എന്നോ. അല്ല, ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ലോയർ ആവണം. അപ്പൊ എന്റെ അമ്മയുടെ ഒരു ബോസ് എന്നോട് പറഞ്ഞു, വെറുതെ ഷീറ്റിനടിയിൽ പോയി എവിടെയെങ്കിലും വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ വെയിൽ അങ്ങനെയൊക്കെ ഇരിക്കാം, ലോയേഴ്സിനൊന്നും പണിയൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഗവൺമെന്റ് സർവൻസ് ആണ്. അപ്പൊ അവർക്കും അങ്ങനെ ഒരു താല്പര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ മറ്റേ ബാങ്കും SSC ഒക്കെ പഠിക്കാൻ പോയത്. കുറെ കാലം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും പഠിപ്പിക്കുന്നു പറഞ്ഞു. അതായത് അത്ര എഴുതിയിട്ടും ഒരിടത്തും കിട്ടുന്നില്ല, ഒരു ബാങ്കിലും പരീക്ഷ എഴുതി പാസ്സായില്ല. അപ്പൊ അവർ നോക്കിയപ്പോ ഇത്രയും നാൾ കാണാപ്പാടം പഠിച്ച ഒരാളല്ലേ, പഠിപ്പിക്കട്ടെ എന്ന് കരുതിക്കാണ്. അത് അവർക്ക് തന്നെ പഠിച്ച എക്സ്പീരിയൻസ് ആയി പിന്നെ പഠിപ്പിച്ചോളാം പറഞ്ഞു. അവർക്ക് നഷ്ടമാണെന്ന് തോന്നി, അവർക്ക് തന്നെ മടുക്കൂലേ? ഓക്കെ, അപ്പൊ ഹരി ആദ്യം ഇപ്പൊ അനുശ്രീന്റെ പാട്ട് കേട്ടു. ഇനി ഹരിയുടെ പാട്ടാ വേണ്ടത്. നമുക്ക് കുറച്ചൊരു ഓണം കളർ അല്ലെങ്കിൽ വൈബ് എന്തെങ്കിലും പാട്ട്. തിരുവാമണിന്റെ കേട്ട് നിങ്ങൾക്ക് എന്നെ ബോറായില്ലേ? പിന്നെ ഇപ്പൊ ഹരി ഉദ്ദേശിച്ച പാട്ട് ഏതാ? അല്ല, ഞാനൊരു റൊമാൻറ്റിക് വൈബ് പഠിക്കാന്ന് വിചാരിച്ചു. ഓണം അല്ലാതെ വേറെ ഏതെങ്കിലും ജോണർ പറ, ഞാൻ പാടാം. അല്ല, ഈ പ്രായം കുറഞ്ഞവരാകുമ്പോ ഇതുപോലെ റൊമാൻറ്റിക് പാട്ടൊക്കെ ആയിരിക്കും മനസ്സിൽ വരിക, ഇല്ലേ? ശരി, റൊമാൻസ് ആവാം. ഈ ഓണപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഏതോ ഒരു പാട്ട് പറഞ്ഞിരുന്നു, ഓണവില്ലിൻ. 5-6 വർഷമായി കേട്ടിട്ട്. അത് ദിലീപ് ഫാൻ ആയതുകൊണ്ട് അവന്റെ ഒരു സ്വകാര്യ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞു. ഓണവില്ലിൻ. ശരി, ലിറിക്സ് നോക്കാൻ പറ്റില്ല. മൈക്ക് നേരെ ഇതൊക്കെ ഇവനെ 2 ആഴ്ച മുന്നേ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പൊ പറഞ്ഞ പാട്ടല്ലേ? നിങ്ങൾ തമ്മിലുള്ള ഓണവില്ലിനൊക്കെ ഗ്രൂപ്പായിട്ട് പാടേണ്ട പാട്ടല്ലേ? ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടും. ഗ്രൂപ്പായിട്ട് പാടും. നീ സിംഗിൾ ആയിട്ട് പാടിയത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പാടും. ഞാൻ എന്റെ കഴിവ് പുറത്തെടുക്കാൻ പോരട്ടെ. ഓണവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ശരി, കഴിവ് പുറത്തെടുക്കാവുന്ന പരമാവധി കഴിവായിരിക്കും തന്നെ. പരമാവധി കഴിവായിരിക്കും പുറത്തു വരേണ്ടത്. അല്ലാണ്ട് പിന്നെ പകുതി വന്നോളൂ കുറച്ചേ പോകുന്നു പറയരുത്. എന്നാ ഓക്കെ, പോരട്ടെ. ഏതെങ്കിലും പാട്ട് മതി. ആ ശരി, റൊമാൻറ്റിക് ഇപ്പൊ മനസ്സിലായില്ലോ തന്തവി പാർക്കാന്ന്. റൊമാൻറ്റിക് പാട്ട് നിങ്ങൾ ഫീഡ് പിടിച്ചാൽ മതി. ഫീഡ് പിടിക്കണം.
ആദ്യത്തെ 600 രൂപയില് കുറച്ച് സൗണ്ട് പോയില്ലേ? അടിപൊളിയാണ്. അതെന്നെ തൊണ്ട പോയെങ്കിലും നല്ല രീതിയിൽ പാടി. നീ എന്താ ജെയ്ക്സ് ബിജോയ് ആവുന്നു കൂടെ വന്നിട്ട് തള്ളിക്കൊടുക്ക ഇങ്ങനൊക്കെ പറയണം. ഓ പിന്നെ ഹരി എന്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറയാ അജയ്, എങ്ങനെയുണ്ടാവും ഹരിയുടെ പാട്ട്? ഹരിയുടെ പാട്ട് നല്ലതായിരുന്നു. അവൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവനാണെങ്കിൽ 600 രൂപ വിളിച്ചിട്ട് തൊണ്ട പോയെന്ന്. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവൻ നല്ല രീതിയിൽ പാടി. ഹരി അജയും തമ്മിൽ കുറച്ചധികം കാലത്തെ ബന്ധമുണ്ട് കേട്ടോ, ഇവിടെ വന്നുള്ള പരിചയം. അല്ല, നേരത്തെ അറിയാം അവര്. നേരത്തെ അവർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. അതെ, രക്തബന്ധോ അല്ല, ഇവര് തമ്മിലുള്ള അഭ്യർത്ഥന വളരെ സജീവമാണ്. തളപതിയിലും മറ്റേ മമ്മൂട്ടിയും രജനിയും തമ്മിൽ. എന്താ ചേട്ടാ, ഇത് കഴിഞ്ഞിട്ട് അജയുടെ എന്തെങ്കിലും പ്രോഗ്രാം വെക്കാം. അപ്പൊ ഹരി ഇതേപോലെ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അത് അവര് പുറത്ത് മനസ്സിലാവൂലേ? എനിക്ക് പാടാനെന്ന് പറഞ്ഞൂടാ, ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്താ അജയ്ക്ക് പറ്റുന്ന കാര്യമല്ലേ? എനിക്കെന്താ, എനിക്ക് ഇതുപോലെ എന്തെങ്കിലും കോമഡി അടിക്കുക, അതല്ലേ? എല്ലാരും എന്റർടൈൻ ചെയ്യും. ഇപ്പൊ എന്നെ എന്റർടൈൻ ചെയ്യാമോ? ഇപ്പൊ നല്ല എന്റർടൈൻ. അജയ്ക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം കമോൺ ഏതാ അത്? ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞത്. ചെയ്യാമോ? ഫ്ലാറ്റ് ആണ് പെണ്ണെ, ഫ്ലാറ്റ് എടുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല, ഫ്ലാറ്റ് ആക്കിയ പെണ്ണെ ഫ്ലാറ്റ് ഉണ്ട് പോകാം. ഒരു കന്നഡ കിട്ടുമോ? ന്യൂജനല്ലേ ആ കണ്ടാ തന്ത വൈബ്. പറ്റണില്ല ഫ്ലാറ്റാക്ക് പിസിആർ തന്നെ പറഞ്ഞു അവന്റെ വളിപ്പ് മതി ബ്രേക്ക് എടുക്കാൻ. ചേട്ടാ വേഗം ബ്രേക്ക് എടുത്ത് തിരിച്ചാ ബ്രേക്ക്.